ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക്, അതായത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിന്റെ 1, 2 പാദങ്ങൾ. 2026 മെയ് മാസത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്ഥിരതയെ സ്നേഹിക്കുന്നവരും കലകളെയും ഭൗതിക സുഖങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. മെയ് മാസം ഗ്രഹനിലയിൽ ഒരുപാട് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. രാശിയധിപനായ ശുക്രന്റെ നിലപാട് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഈ മാസം നിങ്ങളെ വെറുതെ വിട്ടുപോകാതെ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ പ്രപഞ്ചം നൽകുന്ന ഒരു അവസരമാണിത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ രാശിക്ക് യോജിച്ച പ്രത്യേക പ്രതിവിധികൾ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഗ്രഹങ്ങളുടെ മാപ്പ് നോക്കാം. ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ലഗ്നത്തിൽ 1-ാം ഭാവത്തിൽ ശുക്രൻ നിങ്ങളുടെ രാശിനാഥനാണ്. 2-ാം ഭാവത്തിൽ വ്യാഴം സമ്പത്തും കുടുംബവും. 4-ാം ഭാവത്തിൽ കേതു വീട് മനസ്സ്. 10-ാം ഭാവത്തിൽ രാഹു കരിയർ ലക്ഷ്യം. 11-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും ലാഭവും കർമ്മവും. 12-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ചിലവ് വിദേശബന്ധം. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആകർഷകനാകും. ആരോഗ്യം മെച്ചപ്പെടും. പക്ഷേ 12-ലെ സൂര്യൻ ബുധൻ യോഗം ചില ചെലവുകളും സൂചിപ്പിക്കുന്നുണ്ട്. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാഗ്നറ്റിക് ആയ അവസ്ഥ വർദ്ധിക്കും. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പം തോന്നും. നിങ്ങൾ കൂടുതൽ റൊമാൻറ്റിക് ആയിരിക്കും. എന്നാൽ 12-ാം ഭാവത്തിലെ സൂര്യൻ ബുധൻ യോഗം അല്പം ശ്രദ്ധിക്കണം. 12-ാം ഭാവം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വീടാണ്. പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രണയത്തിൽ ചിലപ്പോൾ അനാവശ്യമായ യാത്രകൾക്കോ അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടി പണം ചെലവാക്കുന്നതിനോ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമാണ്. ശുക്രന്റെ ലഗ്നസ്വാധീനം മൂലം നിങ്ങളിലേക്ക് പുതിയ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. 11-ാം ഭാവത്തിലെ ശനി ചൊവ്വ യോഗം അല്പം കർക്കശമായ മനോഭാവം തന്നേക്കാം. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചാൽ പ്രണയജീവിതം അതിമനോഹരമാകും. നിങ്ങളുടെ രാശിനാഥൻ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ശരീര സൗന്ദര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി വളരെ മികച്ചതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. 12-ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നതുകൊണ്ട് ഉറക്കക്കുറവ് വരാം. അമിതമായ ചിന്തകൾ കാരണം മാനസികമായ ക്ഷീണം തോന്നാം. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നിങ്ങൾ വസ്ത്രധാരണത്തിലും ലുക്കിലും ശ്രദ്ധിക്കും. ഇത് നല്ലതാണ്. പക്ഷേ 12-ലെ സൂര്യന്റെ സ്വാധീനം മൂലം കണ്ണുകൾക്കും പാദങ്ങൾക്കും അല്പം ശ്രദ്ധ നൽകുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കരിയർ, ജോലി, ബിസിനസ് മേഖലകളാണ്. ഇവിടെയാണ് നിങ്ങൾ ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഈ മാസം നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവ് വന്നേക്കാം. പലരും വിചാരിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയിക്കൂ എന്നാണ്. എന്നാൽ രാഹു 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഈ സമയത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ടെക്നോളജി, ഓൺലൈൻ ബിസിനസ്, ഫോറിൻ കണക്ഷൻ ഉള്ള ജോലികൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിനേക്കാൾ തന്ത്രപൂർവ്വം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. കഴിഞ്ഞ 2-3 മാസങ്ങളായി നിങ്ങൾ ജോലിയിൽ മാറ്റമോ പ്രമോഷനോ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നടന്നിട്ടില്ല എങ്കിൽ വിഷമിക്കേണ്ട. വരും 3-4 മാസങ്ങൾക്കുള്ളിൽ തീർച്ചയായും പ്രമോഷനോ ട്രാൻസ്ഫറോ സംഭവിക്കുന്നതിനായുള്ള സാഹചര്യം ഈ രാശിയിൽ തെളിയുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയം തുറന്നു കിട്ടും. നിങ്ങളുടെ 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഈ മാസം ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹു എന്നാൽ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ മാറ്റങ്ങളുടെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഈ മാസം നിങ്ങളെ തേടി വരാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാഹു സാധാരണ രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾക്കപ്പുറം നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്രതീക്ഷിത അവസരങ്ങളിലൂടെയോ ആയിരിക്കും ജോലി നൽകുക. 10-ാം ഭാവത്തിലെ രാഹു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഉയർത്തുന്ന സമയമാണ്. ഈ മാസം നിങ്ങൾ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ
നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരിയായി ആത്മവിശ്വാസത്തോടെയുള്ള സംസാരമായിരിക്കും നിങ്ങളെ വിജയിപ്പിക്കുക. കരിയർ വളരുമ്പോൾ കൂടെ വരുന്ന ചില നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓഫീസിൽ അനാവശ്യമായ പൊളിറ്റിക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെയും അമിതമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ ശ്രമിക്കുക. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം സുവർണകാലമാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഡോക്യുമെന്റുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായി നിയമവിദഗ്ധരുടെ സഹായത്തോടെ ചെക്ക് ചെയ്ത ശേഷം മാത്രം തുടങ്ങുക. അശ്രദ്ധമായ ഒരു ഒപ്പ് ഇടൽ പോലും പിന്നീട് വലിയ ബാധ്യതകൾ വരുത്തിവെക്കാം. ഈ നെറ്റ്വർക്ക് ബെനഫിറ്റും വളർച്ചയും വെറും ഈ മാസം മാത്രമല്ല, 2026 ഡിസംബർ 5 വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മികച്ച അവസരമാണ്. ഈ കാലയളവ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ തീർച്ചയായും വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വലിയൊരു സമ്പത്താണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ വരാതെ വ്യാഴം നിങ്ങളെ കാക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് വളരെ നല്ല സമയമാണ്. എന്നാൽ 4ാം ഭാവത്തിലെ കേതു ചിലപ്പോൾ വീടിന്റെ കാര്യത്തിൽ അസ്വസ്ഥത നൽകാം. ചില അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവാക്കേണ്ടി വരാം. കേതു 4ൽ നിൽക്കുമ്പോൾ വീട് മാറി താമസിക്കാൻ തോന്നും. കുടുംബത്തിലെ പ്രായമായവരോട് നല്ല രീതിയിൽ ഇടപെടുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ്, പക്ഷേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെണ്ണയോ പൂക്കളോ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ആകർഷണീയതയും സാമ്പത്തിക ലാഭവും കൂട്ടും. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ചാലിസ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക. ദേഷ്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും കേൾക്കൂ. ഇത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും. മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കുക. ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ അവരുടെ കൂടെ ചിലവഴിക്കുക. മനസ്സാലും വാക്കാലും പ്രവൃത്തിയാലും അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. കേതു 4ാം ഭാവത്തിലായതുകൊണ്ട് മനസ്സിന്റെ ശാന്തതയ്ക്ക് ദിവസവും ഒരു 10 മിനിറ്റ് ധ്യാനിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനഫിറ്റ് മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.